പി വി അൻവറിനെ സംബന്ധിച്ച് യു ഡി എഫിലേക്കുള്ള വഴി തെളിഞ്ഞു എന്ന അഭിപ്രായക്കാരനാണ് തുടക്കം മുതൽ തന്നെ ഞാൻ. കാരണം എന്ന് വെച്ചാൽ അതിനിപ്പോൾ ഒരു സമയത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. യു ഡി എഫിലേക്ക് തന്നെയാണ് പി വി അൻവർ പോവുക. പി വി അൻവറിനെ യു ഡി എഫിന് ഉൾക്കൊള്ളേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നോക്കൂ, ഇന്നലെ ഇപ്പോൾ നിലമ്പൂർ പോത്തുകല്ലിൽ ഒരു പരിപാടി നടന്നിരുന്നല്ലോ. അത് മുസ്ലിം ലീഗ് പ്രളയ ബാധിതർക്ക് വേണ്ടിയിട്ട് 10ഓളം വീടുകളുടെ താക്കോൽദാന കർമ്മം നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു പോത്തുകല്ലിൽ ഇന്നലെ നടന്നത്. ആ പരിപാടിയിൽ പി വി അൻവർ ഉണ്ട്. ആ പരിപാടിയിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്? സാദിഖ് അലി തങ്ങൾ പങ്കെടുത്തു, പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തു, PMA സലാം പങ്കെടുത്തു. മുസ്ലിം ലീഗ് അല്ലേ യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി എന്ന് പറയുന്നത്. അവരുടെ പരിപാടിയിൽ ഇന്നലെ പി വി അൻവർ വളരെ ഗംഭീരമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്താ ഒരു തമാശ കൂടി സംഭവിച്ചിട്ടുണ്ടല്ലോ. തമാശ കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. കൽപ്പറ്റയിലെ പനമരം പഞ്ചായത്ത് യു ഡി എഫിന് കിട്ടിയിരിക്കുന്നു. എങ്ങനെയാണ് യു ഡി എഫിന് പനമരം പഞ്ചായത്ത് കിട്ടിയത്? പനമരം പഞ്ചായത്തിൽ 11 യു ഡി എഫും 11 LDF ആയിരുന്നു. അവിടെ പിന്നെ എന്താ പറയുക, ലോട്ടിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. ഇപ്രാവശ്യം ഒരാൾ LDF-ൽ നിന്ന് കൂറുമാറി യു ഡി എഫിലേക്ക് വരുന്നു, ബെന്നി ചെറിയാൻ. അപ്പോൾ ആ ബെന്നി ചെറിയാൻ എന്ന് പറയുന്ന ആൾ യു ഡി എഫിലേക്ക് കൂറുമാറും. എങ്ങനെയാണ് കൂറുമാറിയിരിക്കുന്നത്? തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നുകൊണ്ടാണ് കൂറുമാറിയിരിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് കേരളത്തിൽ യു ഡി എഫിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു അംഗത്തിൻ്റെ പിൻബലത്തിൽ ഒരു പഞ്ചായത്ത് ലഭിച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് രാവിലെ ഈ പറയുന്ന എടക്കരയിൽ നടക്കുന്ന പരിപാടിയിൽ പി വി അൻവർ വരുന്നത് ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് ഒരു പഞ്ചായത്ത് കൂടി കൊണ്ടുവന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ യു ഡി എഫിലേക്കുള്ള അൻവറിൻ്റെ വരവെന്ന് പറയുന്നത് ഏറെക്കുറെ വളരെ എളുപ്പമായി കഴിഞ്ഞിരിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ എടക്കരയിലെ ഈ പരിപാടിയിൽ പി വി അൻവറിനെ പങ്കെടുപ്പിക്കുന്നതിനകത്ത് മലപ്പുറം കോൺഗ്രസിനകത്തൊരു എതിരഭിപ്രായം ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും അത് AP അനിൽകുമാറിൽ നിന്നും ആര്യാടൻ ഷൗക്കത്തിൽ നിന്നുമാണ് ഉണ്ടായത്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും എതിർപ്പ്, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ എതിർപ്പ്, ആ എതിർപ്പിനെ എങ്ങനെയാണ് കോൺഗ്രസ് മറികടന്നത്, യു ഡി എഫ് മറികടന്നത്? അവർ പരസ്പരം ഒരു ചർച്ച നടത്തിയായിരുന്നു. അവിടെ KC വേണുഗോപാൽ, K സുധാകരൻ, രമേശ് ചെന്നിത്തല, അതേപോലെ തന്നെ സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, ഇവർ ചേർന്നിട്ട് ഒരു തീരുമാനമെടുക്കുകയാണ് അൻവറിനെ പങ്കെടുപ്പിക്കണമെന്ന്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നുണ്ടായിട്ടുള്ള എതിർപ്പിനെ കൂടി അങ്ങ് മാറ്റിവെച്ചുകൊണ്ടാണ് അത്തരം ഒരു തീരുമാനം എടുക്കുന്നത്. എന്ന് മാത്രമല്ല, പി വി അൻവർ ഇന്നലെ സതീശനെ കണ്ടിട്ടുണ്ട്. സതീശനെ കണ്ട് അങ്ങോട്ടൊരു അഭ്യർത്ഥന നടത്തുകയും ചെയ്തിട്ടുണ്ട്. സതീശനെ കുറിച്ചാണല്ലോ അദ്ദേഹം വലിയൊരു അഴിമതി ആരോപണം ഉന്നയിച്ചത്. ആ അഴിമതി ആരോപണത്തെ സംബന്ധിച്ചുള്ള ഖേദപ്രകടനം നേരത്തെ തന്നെ പി വി അൻവർ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് വലിയ സ്വീകരണമാണ് പി വി അൻവറിന് കിട്ടിയത്. ഇന്നിപ്പോൾ നമ്മൾ ആ ഫ്രെയിം കണ്ടാൽ നമുക്കറിയാമല്ലോ, പി വി അൻവർ ഇരിക്കുന്നത് വി ഡി സതീശൻ്റെ തൊട്ടടുത്താണ്. വി ഡി സതീശനും ഷാഫി പറമ്പിലിനും നടുവിലായിട്ടാണ് പി വി അൻവർ ഇരിക്കുന്നത്. ആ അർത്ഥത്തിലൊക്കെ ഇന്നിപ്പോൾ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കുന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. എന്ന് മാത്രവുമല്ല, യു ഡി എഫ് ഒരു പോസിറ്റീവായ ജസ്റ്ററാണ് ഇന്ന് പി വി അൻവറിനോട് എടുത്തിരിക്കുന്നത്. പി വി അൻവറിനെ എന്തുകൊണ്ടാണ് യു ഡി എഫിന് ഉൾക്കൊള്ളേണ്ടി വരുമെന്ന് ഞാൻ പറയുന്നത്, കാരണം പി വി അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾ തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് യു ഡി എഫും ഉയർത്താൻ പോകുന്നത്. അതിനകത്ത് ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനനിയമ ഭേദഗതി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് യു ഡി എഫ് ഏറ്റെടുക്കാനിരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ ജാഥ വി ഡി സതീശൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇത് നേരത്തെ മുൻകൂട്ടി കാണുന്ന ഇടതുപക്ഷം തങ്ങൾക്ക് ഇത് അപകടകരമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭേദഗതി ബില്ലങ്ങ് പിൻവലിക്കുകയാണ് ചെയ്തത്. അതല്ലാത്ത പക്ഷം മലയോര മേഖലകളിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരായ വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ LDF-ന് നഷ്ടപ്പെടുമായിരുന്നു. സഭകൾ LDF-നെതിരായിട്ട് തിരിയുമായിരുന്നു. അതിൻ്റെ ഒരു മുന ഒടിച്ചു എന്നുള്ളതിൽ ആശ്വസിക്കാം. പക്ഷേ അപ്പോഴും ഈ പറയുന്ന വന്യജീവി ആക്രമണം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള മേഖലകളിൽ വനപ്രദേശത്തോട് അടുത്ത് നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, വനത്തെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുടിയേറ്റക്കാരായിട്ടുള്ള ഒരു വലിയ ജനതയുടെ പ്രശ്നം തന്നെയാണ്. അതൊരു വലിയ വിഷയമായിട്ട് ഉയർത്തും. ഇനി അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഞാനത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഇന്നിപ്പോൾ ഈ വേദിയിൽ പിണറായിസം എന്നെത്ര പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത് പി വി അൻവർ. പിണറായിസത്തിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിയായിരിക്കും നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന് അദ്ദേഹം പറയുമ്പോൾ പിണറായിയെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി വി ഡി സതീശനില്ല. നിയമസഭയ്ക്കകത്തുണ്ട്, വി ഡി സതീശനില്ല, പുറത്ത് ഇല്ല, രമേശ് ചെന്നിത്തലയ്ക്കില്ല. അങ്ങനെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളോ യു ഡി എഫ് നേതാക്കളോ ലീഗിനൊട്ടുമില്ല. അപ്പം പിണറായിക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ആളുകൾ യു ഡി എഫിൽ യഥാർത്ഥത്തിലില്ല. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്തായാലും സംശയമൊന്നുമില്ലല്ലോ, പിണറായി വിജയനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനർ, ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് LDF-ൻ്റെ. അപ്പോൾ ആ നേതാവിനെ അറ്റാക്ക് ചെയ്യാൻ ഇപ്പുറത്തൊരാൾ വേണ്ടേ? പി വി അൻവറിന് അങ്ങനെ ഒരു റോൾ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പി വി അൻവർ പിണറായിയെ നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരാളായിട്ട് യു ഡി എഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്പോക്സ് പേഴ്സണായിട്ട് ഒരു അജണ്ട നിശ്ചയിക്കുന്ന ആളായിട്ടൊക്കെ വരും. അക്കാര്യത്തിലുള്ള സംശയമില്ല. ഇനി മറ്റൊരു രാഷ്ട്രീയം കൂടിയുണ്ട്, അത് ഈ മുസ്ലിം ക്രിസ്ത്യൻ രാഷ്ട്രീയമാണ്. മുസ്ലിം രാഷ്ട്രീയത്തിനകത്ത് പി വി അൻവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്താ? നമ്മളെ തീവ്രവാദികളാക്കുന്നു എന്നുള്ളതാണ്, നമ്മളെ ഭീകരവാദികളാക്കുന്നു പിണറായിയുടെ പോലീസ് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനിടയിലേക്ക് ഒരു ഇൻട്രോഡ് ഉണ്ടാക്കാൻ പി വി അൻവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട്, ഒപ്പം തന്നെ ഈ വന്യജീവി ആക്രമണം അടക്കമുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ സമുദായവുമായി ബന്ധപ്പെട്ടും ഒരു പൊളിറ്റിക്സ് പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ രണ്ട് സമുദായങ്ങളുടെ നല്ല പിന്തുണയുണ്ടെങ്കിൽ മാത്രമല്ലേ യു ഡി എഫിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രതീക്ഷ വെക്കേണ്ടതുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മുന്നണി എന്ന നിലയ്ക്ക് ആ യു ഡി എഫ് ദുർബലമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. കോൺഗ്രസും അതുപോലെ തന്നെ ലീഗും കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ജോസഫ് ഗ്രൂപ്പും RSPയും CMPയും ഒക്കെ ഉള്ളത്. എത്ര സീറ്റ് അവർക്ക് വിജയിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയും? അപ്പോൾ ലീഗിനും വലിയൊരു സീറ്റ് കിട്ടണം, അതുപോലെ തന്നെ കോൺഗ്രസിനും വലിയ സീറ്റ് കിട്ടണം. അങ്ങനെ
അങ്ങനെ കിട്ടണമെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് പറയുന്ന പഴയ കോമ്പിനേഷൻ ഉണ്ടല്ലോ, UDF അനുകൂലമായി വർക്ക് ചെയ്യുന്നൊരു ജാതി സമവാക്യമുണ്ടല്ലോ, ആ സമവാക്യം പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ അത്തരത്തിലുള്ളൊരു വിജയം അവർക്ക് ആലോചിക്കാൻ തന്നെ പറ്റുള്ളൂ. അതിന് പറ്റുന്നൊരു ഫോർമുലയാണ് PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ അർത്ഥത്തിലൊക്കെ UDFന്റെ രാഷ്ട്രീയവുമായി PV അൻവർ ഐക്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. PV അൻവറിനെ കൊണ്ട് ഉപയോഗമുണ്ട് എന്ന് UDFന് ഏറെക്കുറെ ബോധ്യം വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു. ഇന്നിപ്പോൾ പിന്നെ സതീശൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എന്ന്. പക്ഷേ നോ അല്ലല്ലോ പറയുന്നത്. മാത്രമല്ല ഇന്നിപ്പം കെട്ടിപ്പിടിച്ചൊക്കെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ മഞ്ഞുരുകിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ PV അൻവർ ഒരു അസറ്റായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരാളെ അവർക്ക് ആവശ്യമുണ്ട്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വഴി തെളിഞ്ഞിരിക്കുന്നു. ഇനി അതൊരു സമയത്തിൻ്റെ മാത്രം പ്രശ്നമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വടക്കൻ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് തെക്കൻ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു പുതിയ അടിയുമായിട്ട് വന്നിരിക്കുന്നത്. എന്താണ്? ഈഴവ സമുദായത്തിൻ്റെ പിന്തുണയില്ലാതെ കേരളത്തിൽ ഒരു മുന്നണിക്കും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ളത് വളരെ കറക്റ്റാണ്. കാരണം എന്താ, 30% വോട്ട് ആ സമുദായത്തിനുണ്ട്. ആ സമുദായത്തിൻ്റെ പിന്തുണയില്ലാതെ ഒരു കാരണവശാലും ഒരു മുന്നണിക്കും കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല, അങ്ങനെ വന്നിട്ടുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, വെള്ളാപ്പള്ളി നടേശൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ഏത് മുന്നണിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശൻ പറയണം. അതാണ് പ്രശ്നം. അതായത് ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ജൂൺ 28 മുതൽ 30 വരെ നടത്തിയ, അതായത് 2024 ജൂൺ 28 മുതൽ 30 വരെ ഈ രാജ്യത്ത് CPMനുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെ വിലയിരുത്തിക്കൊണ്ട് അവരൊരു ചർച്ച നടത്തി. കേന്ദ്ര കമ്മിറ്റി ഒരു ചർച്ച നടത്തി. ആ ചർച്ചയ്ക്ക് ശേഷം അവരൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. ആ റെസൊല്യൂഷനകത്ത് വളരെ കൃത്യമായിട്ട് കേരളത്തിൽ എന്താ സംഭവിച്ചതെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് CPM പറഞ്ഞിട്ടുണ്ട്, CPMന്റെ അടിത്തറ വോട്ടുകൾ BJPയിലേക്ക് ചോർന്നു എന്ന് പറഞ്ഞു. ഈഴവ വഴി. എന്ന് മാത്രമല്ല SNDP നേതൃത്വം BJPക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചതെന്ന് വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 മണ്ഡലങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഒന്ന് ആലപ്പുഴയാണ്, 2 ആറ്റിങ്ങലാണ്. ഈ ആലപ്പുഴയിൽ സംഭവിച്ചതിൻ്റെ ഒരു കണക്ക് പരിശോധിക്കുന്നത് നല്ലതാണ്. എന്താണെന്നറിയോ, ആലപ്പുഴയിൽ 2024 KC വേണുഗോപാലിന് കിട്ടുന്ന 4,04,000 വോട്ടാണ്. 4,04,000 വോട്ട്. കഴിഞ്ഞ പ്രാവശ്യം 2019 ഷാനിമോൾ ഉസ്മാനാണ് അവിടെ മത്സരിക്കുന്നത്. അന്ന് ഷാനിമോൾക്ക് കിട്ടുന്ന എത്രയാണെന്നറിയാം? 4,35,000. അപ്പോൾ എത്ര വോട്ടിൻ്റെ കുറവാണ് കോൺഗ്രസിന് അവിടെ വന്നത്? 31,000 വോട്ടിൻ്റെ കുറവാണ് വന്നത്. KC വേണുഗോപാൽ മത്സരിക്കുമ്പോഴാണ് ഈ 31,000 വോട്ടിൻ്റെ കുറവ് അവിടെ വരുന്നതെന്ന് ആലോചിക്കണം. ഷാനിമോളെക്കാളും. അതേസമയം ആരിഫിന് കിട്ടിയ എത്രയാണെന്നറിയോ? അതാണ് വലിയ തിരിച്ചടി എന്ന് പറയുന്നത്. ആരിഫിന് കഴിഞ്ഞ പ്രാവശ്യം വിജയിക്കുമ്പോൾ 2019 വിജയിക്കുമ്പോൾ 4,46,000 വോട്ടുണ്ട്. അത് എത്രയിലേക്കാണ് കുറഞ്ഞതെന്നറിയാവോ? 3,41,000 വോട്ടിലേക്കാണ്. എത്ര കുറവ്? 1,00,000 വോട്ടിൻ്റെ, 1,05,000 വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ആരുടെ വോട്ടായി പോയത്? അത് മാത്രമല്ലല്ലോ, അന്ന് KS രാധാകൃഷ്ണൻ മത്സരിക്കുന്നത്. ഇപ്പോൾ 2019 1,87,000 രാധാകൃഷ്ണൻ്റെ വോട്ട്. അന്ന് തന്നെ അതൊരു വലിയ വോട്ടാണ് കേട്ടോ. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ എത്രയാണ് വോട്ടെന്ന് അറിയോ? 3,00,000 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷത്ത് നിന്നും ചോർന്ന വോട്ട് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്? ആലപ്പുഴ മണ്ഡലത്തിൽ വളരെ കൃത്യമായിട്ട് BJPയിലേക്കാണ് പോയിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്തത് ആരെയാണ്? ഈ പറയുന്ന എല്ലാ പരിഗണനയും ഞങ്ങൾക്ക് തരുന്നത് യഥാർത്ഥത്തിൽ LDF ആണെന്ന് വെള്ളാപ്പള്ളി പറയുന്ന LDFന്റെ വോട്ട് ബാങ്കിൽ കയറിയിട്ടാണ് ഈ പണി ഇടതുപക്ഷം പിന്നെ ഈ ഈഴവ സമുദായത്തിലെ ഒരു പ്രത്യേക വിഭാഗം ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ആറ്റിങ്ങൽ മണ്ഡലം എടുത്ത് നോക്കൂ, 684 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ജോയി തോൽക്കുന്നത്. പക്ഷേ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഇതേ വ്യത്യാസം വളരെ കൗതുകരമാണ്. അതായത് അടൂർ പ്രകാശിന് 3,28,000 വോട്ടാണ് കിട്ടുന്നത്. ഏതാ ഈ തെരഞ്ഞെടുപ്പിൽ? ജോയിക്ക് കിട്ടുന്ന 3,27,000. ഏതാണ്ട് ഒരു 684 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണല്ലോ ജയിച്ചു വരുന്നത്. മുരളീധരൻ എത്രയാണ് കിട്ടിയെന്നറിയാമോ? 3,11,000. അതിനത് കൃത്യമായ കണക്കാണ് കേട്ടോ. കാരണം അറിയാമോ, 2019 3,80,000 ആയിരുന്നു പിന്നെ അടൂർ പ്രകാശിൻ്റെ വോട്ട്. എത്ര കുറഞ്ഞു ഇപ്രാവശ്യം? 50,000 വോട്ട് കുറഞ്ഞു ഇപ്രാവശ്യം 2024. അതേപോലെ തന്നെ സമ്പത്തിന് കഴിഞ്ഞ പ്രാവശ്യം 3,42,000 ആയിരുന്നു. ഇപ്രാവശ്യം എത്ര കുറഞ്ഞു? 15,000 വോട്ട് കുറഞ്ഞു. ജോയിക്ക് 15,000 വോട്ട് കുറഞ്ഞു. അപ്പോൾ 50 10 65,000 വോട്ട് കുറഞ്ഞു. എത്രയാണെന്നറിയാമോ മുരളിക്ക് കൂടിയത്? 61,000 വോട്ട്. അപ്പോൾ കറക്റ്റ് കണക്കാണ്. അപ്പോൾ അവിടെ കോൺഗ്രസിനെയാണ് അത് ബാധിച്ചത് കൂടുതലായിട്ട്, ആറ്റിങ്ങിൽ ബാധിച്ചത്. ഇവിടെ പിന്നെ ആലപ്പുഴയിൽ CPMനെയാണ് ബാധിച്ചത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഈ 2 മുന്നണികളെയും ഈഴവ വിഭാഗം പിന്തുണച്ചില്ലെങ്കിൽ അധികാരത്തിൽ വരില്ല എന്ന് പറയുമ്പോൾ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് BDJS വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൂടി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കണം. അത് BJP മുന്നണിയിലേക്കാണ് പോകുന്നത്, NDAയിലേക്കാണ് പോകുന്നത്. ഇനി SNDPയുടെ വൈസ് പ്രസിഡന്റ് ആണല്ലോ തുഷാർ വെള്ളാപ്പള്ളി. തുഷാർ വെള്ളാപ്പള്ളി എന്തായിരുന്നു നമ്മളോട് പറഞ്ഞത്? നമ്മൾ ഉറച്ചു നിൽക്കും BJPയോടൊപ്പം എന്നാണ് പറഞ്ഞത്. SNDPയുടെ പൂർണ്ണമായ പിന്തുണയിൽ തന്നെയാണ് BDJS എന്ന് പറഞ്ഞ പാർട്ടിയുള്ളത് എന്നുള്ള കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ 2015 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് ശംഖുമുഖം കടപ്പുറത്ത് വന്ന് അവസാനിപ്പിച്ച ജാതിയുടെ ഈ അവിടെ വെച്ചിട്ടാണ് ഈ BDJS പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഈ പാർട്ടിയിൽ ഉത്തരവാദിത്തമില്ലേ? SNDPക്ക് ഈ പാർട്ടിയിൽ ഉത്തരവാദിത്തമില്ലേ? അതിൻ്റെ ഉപാധ്യക്ഷനായിട്ടുള്ള ആളാണല്ലോ ഇതിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്നത് തുഷാർ
വെള്ളാപ്പള്ളി എന്ന് പറയുന്നത്. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത് ഞങ്ങൾ BJP-യോടൊപ്പം തന്നെ നിൽക്കും, കാരണം ഞങ്ങൾക്ക് എല്ലാ പരിഗണനയും നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല കേട്ടോ, അദ്ദേഹം ഒന്നൊരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. എന്താ അറിയോ, കേന്ദ്രമന്ത്രി സ്ഥാനവും MP സ്ഥാനവും എനിക്ക് ഓഫർ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ തിരക്കുകൾ കൊണ്ടും ഒക്കെയാണ് അദ്ദേഹം അത് ഏറ്റെടുക്കാതിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സംഘടനാ തിരക്കുകൾ കൊണ്ടും മറ്റു വ്യക്തിപരമായ തിരക്കുകൾ കൊണ്ടും അതൊന്നും ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ തൃപ്തരാണ് എന്നാണ് പറയുന്നത്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് മുന്നണികളിൽ ആര് അധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കുന്നത് ഈഴവ വോട്ട് ബാങ്ക് ആണ് എന്ന് പറയുമ്പോൾ ആ ഈഴവ വോട്ട് ബാങ്ക് വെള്ളാപ്പള്ളി പിടിച്ചിടത്തല്ല നിൽക്കുന്നത്, അത് BDJS വഴി NDAക്ക് പോയിരിക്കുന്നു. ഒരു വലിയ ക്ലെയിം അക്കാര്യത്തിൽ വെക്കേണ്ട എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയോട് പറയാനുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഈ വെള്ളാപ്പള്ളിയുടെ കൗതുകരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. VD സൈസിനെ കുറിച്ച് ഇന്നും മോശമായിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത്. VD സൈസൻ ഒട്ടും കേമനല്ല, മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ല എന്നാണ് പറയുക. ശരി, അപ്പോൾ ആരാണ് പിന്നെ ചോയ്സ്? രമേശ് ചെന്നിത്തലയാണ് പിന്നെ ചോയ്സ്. രമേശ് ചെന്നിത്തലയാണ് കൃത്യമായിട്ട് പിന്നെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ. അപ്പോൾ ആര് അധികാരത്തിൽ വരും എന്നാണ് അടുത്ത ചോദ്യം. അത് LDF-ന് തുടർഭരണം. അതെന്താണ്? LDF-ന് തുടർഭരണം. അപ്പോൾ LDF-ന് തുടർഭരണം വരും, പക്ഷേ സതീശൻ മുഖ്യമന്ത്രിയാകാൻ പാടില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ട്. എന്നിട്ട് വോട്ട് എങ്ങോട്ടാണ് പോകുന്നത്? വോട്ട് പോകുന്നത് പിന്നെ BJP-യുടെ വളരെ കൗതുകകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഡിസംബറിൽ മൈസൂരിൽ ഒരു യോഗം നടന്നു, SNDP-യുടെ ഒരു നേതൃയോഗം നടന്നു. ആ നേതൃയോഗത്തിൽ വെച്ച് SNDP അതിൻ്റെ മുദ്രാവാക്യം മാറ്റി. നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യമാണ്. നേരത്തെ 2015 BDJS ഉണ്ടാക്കുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ മുദ്രാവാക്യം എന്ന് പറയുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നാണ്. ഈ കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം മുദ്രാവാക്യം മാറ്റിയിട്ട് എന്താ പറഞ്ഞതെന്നറിയാവോ? നായാടി മുതൽ നസ്രാണി വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നായാടി മുതൽ നസ്രാണി വരെ ഒന്നിപ്പിക്കാനാണ് SNDP-യുടെ തീരുമാനമെന്നാണ്. എന്താണ് ഈ നസ്രാണി എന്ന് പറയുന്ന സാധനം വന്നതിൻ്റെ കാര്യം? കേരളത്തിൽ BJP-യുടെ പൊളിറ്റിക്സ് ആണ്. കേരളത്തിൽ BJP ഉദ്ദേശിച്ചിരിക്കുന്നത് ആ വിഭാഗത്തെ കൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ക്രിസ്ത്യൻ വേഴ്സസ് മുസ്ലിം എന്നൊരു പ്രശ്നമുണ്ട്. അതാണ് പ്രശ്നം. കാരണം വെച്ചാൽ മുസ്ലിങ്ങളെയാണല്ലോ എതിരായിട്ട് വെള്ളാപ്പള്ളി നിർത്തിയിരിക്കുന്നത്. മുസ്ലിം പ്രീണനത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന ഇടതുപക്ഷത്തിന് വോട്ട് ചോർന്നത് എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അവസാനിപ്പിക്കുമ്പോൾ UDF നമ്മൾ രണ്ട് വിഷയം പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ രണ്ട് വിഷയത്തിലേക്ക് ഒന്ന് പോയെന്നേ ഉള്ളൂ. വെള്ളാപ്പള്ളിയുടേതായിട്ടുള്ളൊരു വിലപേശൽ കേരള രാഷ്ട്രീയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അക്കാര്യത്തിൽ ഒട്ടും തന്നെ എന്താ പറയുക, ഒരു കൃത്യതയുള്ള പൊസിഷൻ അദ്ദേഹത്തിന് ഇല്ല. അതേ ഒരേ സമയം LDF-ന് വേണ്ടി പറയും, മറുവശത്ത് CPM-ന് വേണ്ടി പറയും, എന്നിട്ട് BJP-ക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തുടരുന്നു എന്നുള്ളതാണ്. UDF-നെ സംബന്ധിച്ച് ഇന്നിപ്പം പിന്നെ PV അൻവറിനെ പോലൊരാളെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. കാരണം അൻവറിനെ പോലൊരാൾ പിന്നെ UDF-ൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് 2026 തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ ഒരു ഗുണം തന്നെയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Meet the editors.